വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. എല്ലാവർക്കും ന്യൂ ഇയർ വിഷസ്. 2024 എല്ലാവർക്കും നല്ലതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അങ്ങനെ ഡെലിവറിക്ക് ശേഷം എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഈ സമയത്ത് പോലും എനിക്ക് ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല, പക്ഷേ ഞാൻ ഹീലായിട്ട് വരുന്നു. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് എടുക്കാൻ പറ്റി. ആദ്യം തന്നെ മോളുടെ പേര് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മോളുടെ പേര് സരസ്വതി എന്നാണ്, സരസ്വതി നായർ എന്നാണ് ഫുൾ നെയിം. അങ്ങനെ മോള് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ച ഒരു പെൺകുട്ടി ആവണേന്ന്. മോളെ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ സരസ്വതി എന്നാണ് പേരിട്ടിരിക്കുന്നത്. നമുക്കങ്ങനെ ഒരു ഭയങ്കര മോഡേൺ പേര് വേണമെന്നില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു ട്രഡീഷണൽ ഒരു പേര് വേണമെന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നമ്മളിങ്ങനെ പേര് നോക്കി വെക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് അമ്മയാണ്, ലക്ഷ്മി അമ്മയാണ് ആദ്യം ഈ പേര് നമുക്ക് പറഞ്ഞു തരുന്നത്, സരസ്വതി. അപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ പേരും സരസ്വതി എന്നാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് സരസ്വതി എന്നാണ്, പിന്നെ എൻ്റെ അമ്മയുടെ പേര് അംശുമതി എന്നാണ്. അപ്പം ഈ രണ്ട് പേരും അവിടെ സൈഡിലുണ്ട്. അപ്പോൾ അംശുമതി സരസ്വതി ആ സൈഡിലുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ സരസ്വതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് അതും കൂടെ ആലോചിച്ചു. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പേര് സരസ്വതിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പെൺകുട്ടിയാണെങ്കിൽ വേറൊരു പേരില്ലായിരുന്നു, സരസ്വതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സരസ്വതി എന്ന് ഫൈനലൈസ് ചെയ്യാന്ന് വെച്ചു. രണ്ടാമത് എൻ്റെ പ്രഗ്നൻസി ജേർണീനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ജേർണിയായിരുന്നു എൻ്റെ പ്രഗ്നൻസി. ത്രൂ ഔട്ട് എനിക്ക് വേറൊരു കോംപ്ലിക്കേഷൻസും ഇല്ലായിരുന്നു, ബെഡ് റെസ്റ്റ് ഇല്ലായിരുന്നു, അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കൺസീവ് ചെയ്തു ആദ്യത്തെ 2 മാസം എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, ജോളിയായിട്ട് നടക്കുമായിരുന്നു, വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. 3rd മന്ത് ആയപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് നോസിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡിൻ്റെ അടുത്ത്. പക്ഷേ എനിക്ക് ഫുഡ് അധികം വേണ്ടായിരുന്നു. അത് എനിക്ക് സിക്നെസ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നോസിയ വന്നത് കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് ദോശ ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് കാരണം തന്നെ എല്ലാ പ്രാവശ്യവും ദോശ ചമ്മന്തി അത് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നട്ട്സ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെ നോർമലായിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു ആ സമയത്ത് കഴിക്കുന്ന കാര്യത്തിലൊന്നും. അപ്പോൾ വളരെ നോർമലായിട്ട് കഴിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു ആ സമയത്ത്. എനിക്കെല്ലാം നീറ്റായിട്ടിരിക്കണം, എൻ്റെ റൂം നീറ്റായിട്ടിരിക്കണം, അതെല്ലാം നീറ്റായിട്ടിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം പൊടിയടിച്ചു പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. എല്ലാം നീറ്റാക്കി വെക്കുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്ഥിരം മിനിസോയിൽ പോയിരുന്നു, ഓർഗനൈസിങ് ബോക്സസ് മേടിക്കുമായിരുന്നു. അപ്പം എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ടെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ഒരുപാട് ഷൂട്ട് ചെയ്യണം, യൂട്യൂബിൽ വീഡിയോ ഇടണം എന്നൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ വേറെ കാര്യം, നമ്മൾ 7th മന്തിലാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അമ്മയുടെ വീഡിയോയിലൂടെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് 7th മന്തിൽ മതി എന്ന് നമ്മളെല്ലാവരും ഡിസൈഡ് ചെയ്തതാണ്. പിന്നെ വളകാപ്പിൻ്റെ വീഡിയോ ഇട്ടു. വളകാപ്പ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. വളരെ നോർമലായിട്ട് എല്ലാം കഴിഞ്ഞു. 3rd മന്തിൽ എനിക്കൊരു 2 വീക്സ് അടുപ്പിച്ച് മാത്രമേ നോസിയയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. പിന്നെ നോർമൽ ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ 7th മന്തിൽ വളകാപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ട് വേറെ വീഡിയോസൊന്നും അധികം ഷൂട്ട് ചെയ്തില്ല. പിന്നെ ആക്ച്വലി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു, ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് റിവ്യൂവിന് പോയിരിക്കുകയാണ്, അതൊരു കൊളാബായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്യും. ആ ഒരു വീഡിയോയിൽ എൻ്റെ വയറ് കാണാൻ സാധിക്കും. അപ്പം അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് വിഷൻ്റെ PhD ഓപ്പൺ ഡിഫൻസ് ഒക്കെ ആ ഓണം സമയം അടുപ്പിച്ചായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ട്രാവലൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, ട്രിവാൻഡ്രത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോകുമായിരുന്നു, അല്ലാതെ ഔട്ട്സൈഡ് ട്രിവാൻഡ്രം അങ്ങനെ പോകുന്നില്ലായിരുന്നു. അതിനുശേഷം വന്ന് ഓണം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് സ്കാൻ ചെയ്യാൻ സമയത്ത് ചെറിയൊരു ഫ്ലൂയിഡിൻ്റെ കുറവുണ്ടെന്ന് അറിഞ്ഞത്. അത് നമ്മൾ അറിഞ്ഞൊരു 3rd ഡേ ആയപ്പോഴത്തേനും എനിക്ക് C-സെക്ഷൻ ചെയ്തു. അപ്പോൾ ചെറിയൊരു ഫ്ലൂയിഡിൻ്റെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു, മൂവ്മെൻറ്റ്സിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് എന്തായാലും ബേബിനെ പുറത്തെടുക്കാം, ഏതായാലും ടൈം ആവുന്നു. അങ്ങനെ 1.5 വീക്സ് ഏർലി ആണ് C-സെക്ഷൻ ചെയ്തിട്ട് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അത് സെപ്റ്റംബറിലായിരുന്നു. അപ്പോൾ സെപ്റ്റംബറിൽ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 4-5 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ ഡിസ്ചാർജ് ചെയ്തു. ആ ഒരു സമയത്ത് അനസ്തേഷ്യയുടെ ഒരു എഫക്റ്റ് വിട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഗ്രാജുവലി ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ആ തുടക്ക സമയത്തൊക്കെ എനിക്ക് ഒട്ടും തന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും പെയിൻ ഉണ്ടായിരുന്നു. ആ ഒരു പെയിൻ, ആ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മളല്ലേ സ്വന്തമായിട്ട്, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കടന്നു പോവാണ്. അപ്പം നമുക്ക് മാത്രമേ ആ ഒരു ഫീലിംഗ് അറിയുള്ളൂ. എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് മെസ്സേജ് വരുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൂടാതെ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരു സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അത് ചെയ്യാം.
പറയാം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, അത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. എന്തുകൊണ്ട് അനുവിൻ്റെ വീട്ടിൽ പോയി നിന്നില്ല, എന്തുകൊണ്ട് ഈ ഹോൾ എൻ്റെ പ്രഗ്നൻസി ജേർണി, ഇപ്പോൾ സാധാരണ 7th month കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമല്ലോ, വീട്ടിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 3 months കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്, ഞാൻ വീഡിയോയിലൊന്നും വന്ന് പറയാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ ഒരു 1 year ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു നമുക്ക് ഫാമിലിക്ക് എല്ലാവർക്കും. ദാറ്റ് ഈസ് എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടക്കുമായിരുന്നു. അപ്പോൾ അമ്മ ഹെൽത്ത് വൈസ് ഷീസ് ഓക്കെ, ഒരു പ്രശ്നമില്ല. അമ്മയ്ക്ക് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അമ്മ പഴയതുപോലെ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും. കുക്ക് ചെയ്യുന്നുണ്ട്, അമ്മ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ എല്ലാം നടക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ഒരു ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് അറ്റൻഷൻ തരേണ്ട ഒരു സമയമല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചില സമയത്ത് ഉണ്ടാക്കി തരണം, അങ്ങനെ നമുക്ക് ചിലപ്പോൾ ക്രേവിങ്സ് തോന്നും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നൊരു കുറേ ഡിമാൻഡ്സ് വരുന്നൊരു ടൈമല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അമ്മയെ ബുദ്ധിമുട്ടിക്കണം എന്ന് എനിക്കില്ലായിരുന്നു. അപ്പോൾ അത് കാരണമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുഞ്ഞിനെ നോക്കണം. ഇപ്പം നമ്മൾ ഒരാളെ വെച്ചാൽ പോലും നമുക്കൊരു അറ്റൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ചില സമയത്ത് എനിക്കതിനെ പറ്റിയെന്ന് വരില്ല. അപ്പം അത് കാരണം അമ്മയ്ക്ക് അതൊരു ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം അമ്മ അത് പറയില്ല, പക്ഷെ നമ്മളത് തോന്നി ചെയ്യേണ്ടതല്ലേ. അപ്പം ഏതായാലും നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ദാറ്റ് ഈസ് അവിടെ നിന്ന് ഞാൻ വിഷൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1 kilometer മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് എപ്പോൾ വേണോ ഇങ്ങോട്ട് വരാം, എപ്പോൾ വേണോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ ഈ കൺസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അമ്മ ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് ഞാൻ 3 months കഴിയുമ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്തോളാം. അത് ഞാൻ ഗ്യാരണ്ടി കൊടുത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കാര്യം. ഇതെൻ്റെ പേഴ്സണൽ തോട്ടായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ തന്നെയാണ് ഇത്. ഇപ്പോൾ വിഷേട്ടന് എൻ്റെ കൂടെ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും സാധിച്ചു. അപ്പോൾ ഇതാണ് ആ ഒരു കാര്യം, ഞാൻ വീട്ടിൽ പോകാത്തത് എന്താ എന്ന് ചോദിച്ചതിനുള്ളൊരു ആൻസർ. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, വീഡിയോ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അതായത് ഡെലിവറി ടൈമിൽ, പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെയായിരുന്നു ഓരോ സ്റ്റേജസ്, അതെല്ലാം വീഡിയോ എടുത്തു എന്ന് വെച്ചാൽ വളരെ കാഷ്വലായിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പം പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ എടുത്തതല്ല, വളരെ കാഷ്വലായിട്ട്. ഇപ്പം വയറിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്തു വെച്ചു. ദാറ്റ് ഈസ് ഒരു മെമ്മറി ആയിട്ട് നമുക്ക് കാണാനായിട്ട്, പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രം. ഓക്കെ, അതിനുവേണ്ടി മാത്രം എടുത്തു. പിന്നെ കൺസീവ് ചെയ്ത് തുടങ്ങി ഇപ്പോൾ വീഡിയോസിൻ്റെ കാര്യം ചിന്തിക്കാൻ സമയത്ത് എനിക്കങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റേജസും കാണിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു. അത് ഓരോരുത്തരുടെ ചോയ്സാണ് ഇടണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇടണമെന്ന് പേഴ്സണലി ഇല്ലായിരുന്നു. ഇപ്പം മനസ്സിലായല്ലോ ഓരോ സ്റ്റേജസ്, ഓരോ എക്സ്പീരിയൻസ് ആ സമയത്ത്. കാരണം എനിക്ക് എല്ലാം ഫസ്റ്റ് ടൈമാണ്. ഇപ്പം ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ ഒന്നുമല്ല, വീട്ടിലിരിക്കും, ആദ്യമായിട്ട് കിക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണം എനിക്കത് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് എനിക്കില്ലായിരുന്നു. അപ്പോൾ അത് കാരണമാണ് അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നീട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് കുഞ്ഞിനെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പം അത് വേണമെന്ന് നമുക്ക് തോന്നിയില്ല. കാരണം അത് തീരെ കുഞ്ഞല്ലേ, അതിന് 4 മാസമേ ഉള്ളൂ. അപ്പം ആ 4 മാസത്തെ കുഞ്ഞിനെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കാണിക്കണം എന്ന് നമുക്കില്ലായിരുന്നു. അത് കാരണമാണ് അതും ചെയ്യാത്തത് കേട്ടോ. എന്തായാലും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കുറേ ക്വയറീസ് ഇങ്ങനെ വന്നു. ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയും ക്വയറീസ് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഞാനിപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്തല്ലേ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു ഹീലിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും നമുക്കൊരു സിനിമ കണ്ട് നമുക്കൊന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. പാട്ട് കേൾക്കും, പക്ഷെ പാട്ട് ചില സമയത്ത് നമുക്ക് കേൾക്കാനേ തോന്നില്ല. അപ്പം ഞാൻ കണ്ടൊരു മാർഗ്ഗമാണ്, ഞാൻ കൂടുതലും ഈ കുറച്ച് ഹ്യൂമർ സെൻസ് ഉള്ള വീഡിയോസ് ഭയങ്കരമായിട്ട് ഞാൻ കാണും. ഭയങ്കര കോമഡി വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് കാണും. അപ്പോൾ കോമഡി വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും, എല്ലാ റീലും ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഹീലിംഗ് മെക്കാനിസം ആയിരുന്നു. ഞാൻ പല ഹീലിംഗ് മെക്കാനിസംസ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ റീൽസ് നോക്കുന്ന സമയത്താണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ നോക്കും. മെസ്സേജസ് നോക്കിയിട്ട് ചിലപ്പോൾ എല്ലാത്തിനും മറുപടി കൊടുത്തൊന്നും വരില്ല. അപ്പോൾ മെസ്സേജസ് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ കാണും, ഏതൊക്കെ ബേബി പ്രോഡക്ട്സ് ആണ്, എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്, ബ്രസ്റ്റ് ഫീഡ് ആണോ ചെയ്യുന്നത്, ഫോർമുലയാണോ കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഞാൻ ജെൽ പോളിഷ് ഇട്ടിരിക്കുന്നത് പോലും നോക്കിയിട്ട് പറയുമായിരുന്നു, ജെൽ പോളിഷ് ഇടാവോ, ഡെലിവറി സമയത്ത് ഇടാവോ, അത്
കഴിഞ്ഞിടാവോ, കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇടാവോ, അങ്ങനെ ഒരുപാട് ക്വയറീസ് ഉണ്ട്. ഹെയർ ഫോൾ ഉണ്ടോ? ഞാൻ ആക്ച്വലി ഹെയർ കട്ട് ചെയ്തു. ഞാൻ നല്ല ഷോർട്ടാക്കി ഹെയർ. കാരണം എനിക്ക് തോന്നി ആ ഒരു സമയത്ത് നല്ല ലോങ് ആയിരുന്നു ഹെയർ. അപ്പം ഞാനത് കട്ട് ചെയ്തു. എനിക്കിപ്പോൾ 4 months ആയപ്പോഴാണ് ഹെയർ ഫോൾ ആക്ച്വലി തുടങ്ങിയത് കേട്ടോ. അപ്പം ഹെയർ ഫോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വേഗം കുളിച്ചിട്ട് ഡ്രൈ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഷോർട്ട് ഹെയർ ആണെങ്കിൽ. ഇപ്പം അങ്ങനത്തെ ക്വയറീസിനൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ ബോട്ടിൽസിൻ്റെ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്തു, കുഞ്ഞിൻ്റെ പുറത്ത് എന്ത് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വളരെയധികം റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച കുറച്ച് പ്രോഡക്ട്സ് ആണ്. അത് വളരെ കോമൺ പ്രോഡക്ട്സ് ആണ്, പക്ഷേ കോമൺ ബ്രാൻഡ്സ് ആണ്. പക്ഷേ എന്നാലും വളരെയധികം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പ്രോഡക്ട്സ് ആണ്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. അപ്പോൾ വീഡിയോ നിർത്തുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ന്യൂ ഇയർ സെയിൽ പവിലയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വളരെയധികം ഒത്തിരി ഡിസ്കൗണ്ടഡ് റേറ്റ്സിലാണ് പ്രോഡക്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാര്യം കൂടി എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. നാളെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പവിലയുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 70-75% വരെയുള്ള ഡിസ്കൗണ്ടാണ്. വളരെ വലിയൊരു ഡിസ്കൗണ്ട് സെയിലാണ്. ന്യൂ ഇയർ ഡിസ്കൗണ്ട് സെയിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ വീഡിയോയുടെ കൂടി ലിങ്ക് അറ്റാച്ച് ചെയ്തേക്കാം. എന്തായാലും എൻ്റെ കമ്മ്യൂണിറ്റിയിലെല്ലാം ലിങ്ക് പോസ്റ്റ് ചെയ്യാം. പുതിയ വീഡിയോയുടെ ലിങ്കും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.